നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനെതിരെ MK സ്റ്റാലിനടക്കം നിരവധിയായ കക്ഷി നേതാക്കൾ, അതായത് നിരവധിയായ പ്രതിപക്ഷ പാർട്ടിയുടെ കക്ഷി നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് പോലും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് വരികയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി, അവിടെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തി 3 ലാംഗ്വേജ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദി ഭാഷ തമിഴർക്ക് നേരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ ചില വ്യക്തി താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി സ്റ്റാലിൻ തുറന്നടിച്ചത്. ഇപ്പോഴിതാ കർണാടകയിൽ നിന്നുള്ള പല BJP നേതാക്കളും ദേശീയ രാഷ്ട്രീയത്തിന് എതിരായുള്ള സംസാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ മുമ്പ് BS യെദ്യൂരപ്പ അമിത്ഷായുമായി ഇത്തരത്തിൽ കൊമ്പുകോർത്ത ഒരു വിഷയമുണ്ടായിരുന്നു. അമിത്ഷായുടെ മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണവും അതുതന്നെയായിരുന്നു എന്ന് വളരെ വ്യക്തം. യെദ്യൂരപ്പയുടെ രീതികൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ബംഗളൂരുവിലും പ്രാന്തപ്രദേശങ്ങളിലും ഹിന്ദി ഭാഷയിൽ ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കന്നഡിഗർ എടുക്കുന്ന തീരുമാനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കോർപ്പറേഷൻ ഉൾപ്പെടെ കന്നഡ ഭാഷയ്ക്ക് വീണ്ടും പ്രാമുഖ്യം നൽകി കന്നഡയിൽ മാത്രം മതി, ഹിന്ദി ഭാഷയിൽ വേണ്ട എന്ന രീതിയിലേക്ക് ഒരു തീരുമാനം വരെ എടുത്തിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ഒഡീസയിൽ നിന്നുള്ള ഈ BJPയുടെ നേതാവ്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട സമ്മർദ്ദം ഉയരുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി ക്യാബിനറ്റിൽ നരേന്ദ്രമോദിക്ക് ഏറ്റവും വിശ്വസ്തരായ മന്ത്രിമാരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. മുൻപ് പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന് കോൺഗ്രസും അഭിപ്രായപ്പെട്ടതോടുകൂടി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ശക്തമായി വെട്ടിലാവുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഭാഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയവും ഡീലിമിറ്റേഷനും ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട് ഇരു സഭകളും സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും MK സ്റ്റാലിൻ കൂടുതൽ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ്. അതിനകത്ത് ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ ഇല്ലാതെ ഐക്യത്തോടെ പ്രതിപക്ഷം BJPയുടെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ നീങ്ങുകയാണ്. BJPക്ക് ഭാഷാപരമായിട്ടുള്ള വേർതിരിവ് മാത്രമല്ല, എല്ലാത്തിലും ജനങ്ങളെ വേർതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിച്ചെടുക്കണം. അവർക്ക് കുറേയധികം ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല. ആളുകളെ വെറുപ്പിച്ചും ഭയപ്പെടുത്തിയും എത്ര നാൾ നരേന്ദ്രമോദി ഈ ഭരണത്തിൽ തുടരും? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഗവർണറും MK സ്റ്റാലിനുമായുള്ള ഒരു തുറന്ന യുദ്ധസമാനമായ അന്തരീക്ഷം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ അതിതീവ്രമാണ്. അത്രമേൽ ആശയപരമായിട്ടുള്ള വ്യത്യാസം അവർ പല രീതിയിൽ പ്രകടമാക്കിയിട്ടുണ്ട്. ഏതായാലും സ്റ്റാലിൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്.